ഞാൻ ഈ ഭൂരിപക്ഷ എണ്ണി തിട്ടപ്പെടുത്താൻ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിലൊരു മോശം കക്ഷിയാണ്. പക്ഷെ ബൂത്തുകളിൽ നിന്ന് ലഭിക്കുന്ന കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമ്മൾ എങ്ങനെയായാലും എല്ലാ പഞ്ചായത്തുകളും ലീഡ് ചെയ്യുന്നു, എല്ലാ പഞ്ചായത്തുകളും ലീഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ വഴിക്കടവും മൂത്തയുടെയൊക്കെ നല്ല മൃഗീയമായ ലീഡ് ഉണ്ട്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ, ഒരു വലിയ ഭൂരിപക്ഷത്തിന്, ഒരു ചരിത്ര ഭൂരിപക്ഷത്തിന് ജയിക്കാനുള്ള എല്ലാ റിപ്പോർട്ടുകളുമാണ് ബൂത്തുകളിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി എന്തായാലും നമുക്ക് 23-ാം തീയതി വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ നഗരസഭയിലും ഒക്കെ, നഗരസഭയിലടക്കം ഞാൻ പഞ്ചായത്തുകളിൽ നിന്ന് ഉദ്ദേശിച്ച് 7 പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും എല്ലായിടത്തും ലീഡ് ചെയ്യും. ആ ലീഡുകളൊക്കെ പരിശോധിക്കുമ്പോൾ നമ്മളൊരു നല്ല ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ നടന്ന ഏറ്റവും നല്ല ഭൂരിപക്ഷം നമുക്ക് നിലമ്പൂർ ലഭിക്കാനുള്ള എല്ലാ റിപ്പോർട്ടുകളുമാണ് ബൂത്തുകളിൽ നിന്ന് വരുന്നത്. അത് നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു. രാവിലെ നിങ്ങൾ ബൂത്തിൽ ആളില്ല എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തന രംഗത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം വർക്കേഴ്സ് എത്ര കണ്ട് ആവേശം ഉണ്ടെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരെയും കൊണ്ടുവരാൻ അവർ ശ്രമിക്കുക. വർക്കേഴ്സ് ഉണ്ടെങ്കിൽ അവരെ സ്വാഭാവികമായിട്ട് അവരെ കൊണ്ട് എത്തിക്കും, സഹായിക്കും. അവർ പോളിംഗ് സ്റ്റേഷനിലേക്ക് ആളെ വരാൻ വേണ്ടി അവർ പ്രേരിപ്പിക്കും. അപ്പോൾ അത് നമ്മുടെ എവിടെ എല്ലാ ബൂത്തിൽ പോകുമ്പോഴും വർക്കേഴ്സ് വളരെ ആവേശത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വർക്കേഴ്സൊക്കെ വന്നു, നല്ലൊരു പോളിംഗ് ശതമാനം ഉണ്ടായി. പിന്നെ കാലാവസ്ഥയും നമുക്ക് ഗുണം ചെയ്തു. കാലാവസ്ഥയും പെരുമഴയൊന്നും ആ സമയത്ത് അമരമ്പലം ഭാഗത്ത് മാത്രമാണ് അത് കുറച്ച് 2-3 പ്രാവശ്യം മഴ പെയ്ത്. മറ്റു പഞ്ചായത്തുകളിലൊക്കെ രാവിലെ ആ മഴ നിന്നതോടുകൂടി ആളുകൾക്കും വരാൻ കുഴപ്പമില്ലാതെ ഒരു 10-11 മണിയാകുമ്പോഴേക്ക് ക്യൂ ആയി, ഭയങ്കരമായിട്ട് ക്യൂ ആയി. കാരണം ഇപ്പോൾ ഈ ബൂത്തുകളിങ്ങനെ 204 ബൂത്തുകളിൽ നിന്ന് 263 ആക്കി മാറ്റിയിട്ടും വോട്ടിൻ്റെ എണ്ണം കുറച്ചിട്ടും ബൂത്തുകളിൽ ക്യൂ വരിക. അപ്പോൾ തന്നെ എന്നോട് ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, മോർ ദാൻ 72, ഇറ്റ് മേ ഗോ അപ് ടു 75 എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. നമ്മൾ വിചാരിച്ചൊരു ഭൂരിപക്ഷം, വിചാരിച്ചൊരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം, അതൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഒരു ചരിത്ര ഭൂരിപക്ഷം നിലനിൽക്കുന്നത്.